ഹലോ, അസ്സലാമു അലൈക്കും. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഞാനിപ്പോൾ റൂമിലെത്തിയുള്ളൂ. ഇന്നത്തെ എന്തായിരുന്നു ഫസ്റ്റ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബാപ്പുട്ടിദാരി ഉസ്താദിനോടാണ്. ആർക്കും മറുപടി പറയാം. പക്ഷെ ആ ഉസ്താദ് കുറച്ച് ദിവസം മുമ്പൊരു ക്ലാസ് ഉണ്ടായിരുന്നു, സംസാരം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായി. അന്ന് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. അന്നുണ്ടായൊരു ഉസ്താദില്ലേ? ഹലോ, ഏതായിരുന്നാലും ഞാൻ ചോദിക്കാം. നിങ്ങൾ പിന്നീട് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പറഞ്ഞാലും മതി. ഉസ്താദ് കുറച്ച് ദിവസമായി, എനിക്ക് കൃത്യ ദിവസം ഓർമ്മയില്ല. അന്ന് ചോദിക്കാൻ പറ്റില്ല. എന്തായിരുന്നാലും നീട്ടിക്കൊണ്ടുപോകുന്നില്ല, പറയാം. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു. അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു വിശദീകരണം ഇഖ്ലാസിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതിൽ കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞത്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കണം? ഓക്കെ. അതിൽ അഹദാണ്, ഏകനാണ് എന്ന് പറയുമ്പോൾ സത്തയിൽ ഏകനാണ് എന്ന രൂപത്തിലുള്ള ഒരു വിശദീകരണമാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന് ശരിക്ക് തടി എന്ന് പറയുന്നൊരു ഇതുണ്ടോ, സത്തയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണോ അതിന് അർത്ഥമാക്കേണ്ടത് എന്നൊരു സംശയം അന്നേ ഉണ്ടായതാണ്. അതാണ് എനിക്ക് ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹാബത്തിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബാപ്പുട്ടിദാരി ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ ഉടനെ DC ആയതാന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരും. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? പിന്നെ നമ്മുടെ സുഹൃത്ത് ഉന്നയിച്ച ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണെന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ സൗണ്ട് കുറവുണ്ടോ? എന്താ ഇവിടെ നല്ല ഹൈ സ്പീഡാണ്, നല്ല ഹൈ സൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. 100%. ഇങ്ങനെ മേലൊക്കെ കൊടുക്കുന്ന ശതമാനം എന്നാ ഇപ്പൊ കേൾക്കണ്ട? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വം പഠിപ്പിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ അല്ലാഹു ഏകനാണ് എന്ന് പറയുന്നിടത്ത് ഫി ദാത്തിഹി വ സിഫാത്തിഹി വ അഫ്ആലിഹി എന്ന് കാണാം. അതില് ഫി ദാത്തിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അവന്റെ സത്തയിൽ ഏകനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഒരു സത്ത ഉണ്ട്, ഒരു തടി ഉണ്ട് എന്നാണോ എന്ന് ആണ് നമ്മുടെ സുഹൃത്ത് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. അല്ലാഹു ഉണ്ട്, അല്ലാഹുവിന് കുറെ സിഫത്തുകളും ഉണ്ട്. ആ സിഫത്തുകളെല്ലാം നിലനിൽക്കുന്നത് അല്ലാഹുവിലാണ്. ആ അല്ലാഹുവിനാണ് അല്ലാഹുവിന്റെ ദാത്ത് എന്ന് പറയുന്നത്. തടി എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ, അല്ലെങ്കിൽ സത്ത എന്ന് അർത്ഥം പറയുമ്പോൾ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ശരീരമുണ്ടെന്നോ അവയവങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വിധേന മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണെന്നോ ധരിച്ചേക്കരുത്. അതേ സ്ഥാനത്ത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് അവിടെ അള്ളാഹുവിന്റെ സത്ത എന്ന് പറഞ്ഞ് നമ്മൾ പ്രയോഗിക്കുന്നത്. നമുക്ക് വേറൊരു ഭാഷ അറിയില്ലല്ലോ, അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടി പറയുക. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെ പഠിപ്പിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും അതിൽ കാണാം, അള്ളാഹുവിനെ വിശദീകരിച്ച് ഇങ്ങനെ എന്നിട്ട് പറയും ലൈസ ബി ജിസ്മിൻ വലാ ജൗഹരിൻ എന്ന് പറഞ്ഞ് വലാ അറളിൻ എന്നിങ്ങനെ പറഞ്ഞ് വലാ മഹദൂദിൻ എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശരീരം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവയവം എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പദാർത്ഥം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലും അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൂടാ എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അത് പരിശുദ്ധ ഖുർആൻ
നസ്സായി പറഞ്ഞതാണ് ലൈസക മിസ്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ കണ്ടതും കേട്ടതും നമുക്ക് മനസ്സിലാകുന്നതുമായ സാധനങ്ങളെ നമുക്ക് തിരിയുള്ളൂ, അതേ നമ്മുടെ ബുദ്ധിയിലുള്ളൂ. ആ ബുദ്ധിയിലുള്ളത് വെച്ച് അള്ളാഹുവിനെ അളക്കരുത് എന്ന വിഷയത്തിൽ യാതൊരു തർക്കമില്ല. അള്ളാഹുവിന്റെ തടി എന്നോ അള്ളാഹുവിന്റെ ദാത്ത് എന്നോ അള്ളാഹുവിന്റെ സത്ത എന്നോ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് മറ്റു ശരീരങ്ങൾ പോലെയുള്ള ശരീരങ്ങളോ മറ്റു വസ്തുക്കൾ പോലെയുള്ള വസ്തുവോ ഒന്നുമല്ല. നേരെ മറിച്ച് അള്ളാഹു എന്ന ഒരുവൻ ഉണ്ട്. അവന് പ്രത്യേകമായ രൂപമോ പ്രത്യേകമായ വലുപ്പമോ പ്രത്യേകമായ അവയവങ്ങളോ പ്രത്യേകമായ ശരീരമോ ഇതൊന്നും നമുക്കാർക്കും സങ്കല്പിക്കാനും പറയാനും വിശ്വസിക്കാനും പാടില്ല എന്ന് വളരെ നേരത്തെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഈ ആയത്തുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതാണ് അതിന്റെ മറുപടി. ഓക്കെ, ഞാൻ മൈക്കൂട്ട് ഒരു മിനിറ്റ്. ജസാഖല്ലാഹു ഖൈർ. ഞാൻ ചോദിച്ചത് ഉസ്താദ് അവിടെ ഉണ്ടോ? ഉസ്താദ് ഇപ്പൊ മറുപടി പറഞ്ഞ ഉസ്താദും പോയോ? ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചത് അത് തന്നെ ആയിരുന്നു. അതായത് ഹലോ, കേൾക്കുന്നുണ്ടല്ലോ എന്റെ സൗണ്ട്? എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോ ഞാൻ ചോദിച്ചത് അത് തന്നെ ആയിരുന്നു. അതായത് അത് ലൈസക മിസ്ലിഹി ഷൈഉൻ, അതേപോലെ അവനെ പോലെ യാതൊന്നുമില്ല എന്ന് പറയുമ്പോൾ കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ഈ സിഫത്തുകളൊക്കെ ഉള്ള സിഫത്തുകൾക്ക് അനുയോജ്യമായ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാവുന്നത്. അതായത് നമുക്ക് രൂപമോ പിന്നെ മറ്റ് സംഗതികളോ സങ്കല്പിക്കാൻ കഴിയുന്ന രൂപത്തിലല്ലാതെ ഒരു പിന്നെ സത്തയുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് പിന്നെ പരലോകത്ത് ചെല്ലുമ്പോൾ പഠിച്ചവനെ നമുക്ക് കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അത് തന്നെയാണ് ഉസ്താദ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജസാഖല്ലാഹു ഖൈർ. ഞാൻ ഓക്കെ, ഉസ്താദ് ബിസിയാന്ന് പറയുന്നു. ഓക്കെ, ഞാൻ ഒരു സുന്നിയൊന്നുമല്ല, പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ മറുപടി പറഞ്ഞത്. ഇത് ക്ലാസ് റൂമിൽ നിന്ന് എനിക്ക് കുറെ മുമ്പ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അതൊന്നും ഇത്തരം രൂപത്തിന് മറുപടി കേട്ടിട്ടില്ല. ഉസ്താദിന് പ്രത്യേകം നന്ദി പറയുന്ന കാര്യത്തിൽ നസീഹത്തോടു കൂടി മറുപടി പറഞ്ഞത്. അസ്സലാമു അലൈക്കും. കോട്ടൂർ ഉസ്താദിന്റെ മറുപടി ഇടയിലായപ്പോ ഞാൻ രണ്ടാമത് സിസ്റ്റം റീസ്റ്റാർട്ടായി തിരിച്ചു വന്നപ്പോ ഉസ്താദിന്റെ മറുപടിയിൽ നിന്നും ഇപ്പോ രണ്ടാമത് ആ സഹോദരന്റെ ചോദ്യത്തിൽ നിന്നും വിഷയത്തിന്റെ ചെറിയൊരു പൊരുൾ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ സുഹൃത്ത് ആരായിരുന്നു അത്? ആരായാലും ഞാൻ സുന്നിയൊന്നുമല്ല എന്ന് തുറന്ന് പറഞ്ഞതിൽ അങ്ങേയറ്റ സന്തോഷമുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം ചോദിച്ചത് എന്നത് നമുക്ക് സന്തോഷകരമാണ്. ഞാൻ എന്റെ ക്ലാസ് തുടങ്ങുമ്പോഴും പറഞ്ഞല്ലോ, വിഷയം പഠിക്കലാണ്, വിമർശിക്കലല്ല എന്റെ ഉദ്ദേശം. ഇപ്പൊ അല്ലാഹു തആല എന്ന ഒരു സത്ത അല്ലെങ്കിൽ അള്ള എന്ന ആൾ അങ്ങനെ ഒന്ന് പ്രത്യേക ഭാഗങ്ങൾ കൊണ്ടോ സ്ഥലങ്ങൾ കൊണ്ടോ നിർണയിക്കപ്പെടാത്ത വിധത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇല്ല എന്ന് വിശ്വസിച്ച ഈമാൻ പുറത്തുപോകില്ലേ? അള്ള എന്നൊരു ആൾ ഉണ്ട്. ആ ആൾക്ക് ഭാഗങ്ങളില്ല, ആ ആൾക്ക് സ്ഥലങ്ങളില്ല. കാരണം, അങ്ങനെ വരാൻ കാരണം ഇവിടെ മൈക്ക് പോയാ? ഹലോ, കേൾക്കുന്നുണ്ടോ? അങ്ങനെ അള്ളാഹു എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ സമർത്ഥിക്കുന്നത്. നമ്മൾ ഈ ഇല്ല എന്ന് പറയുന്നത് പിന്നെ എന്താണ്? സൃഷ്ടികളായ നമുക്ക് ഈ ഭൗതിക ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഒരു സാധനത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അത് വെക്കാനൊരു സ്ഥലം വേണം, അതിന് നിൽക്കാനൊരു സ്ഥലം വേണം, അതിന് വലുപ്പം വേണം. ആ വലുപ്പം ഏത് വലുപ്പത്തിലുള്ളതും ആവാം. അപ്പൊ അതിന് 4 സൈഡുകൾ വേണം. ഈ രൂപത്തിൽ മനസ്സിലാക്കപ്പെടുന്ന ഒരാളല്ല. ഇവിടെ കാണുന്ന സൃഷ്ടികൾ മുഴുവനും അങ്ങനെയുള്ളതാണ്.
അള്ളാഹു അങ്ങനെയല്ല എന്നാണ്. അള്ളാഹു എന്നൊരു യാഥാർത്ഥ്യം അതുണ്ട്. അതെങ്ങനെ എന്നത് ഈ ലോകത്ത് വെച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്നും സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിനെ കാണുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. 14-ാം രാവിന്റെ അമ്പിളിയെ കാണുന്ന പോലെ നിങ്ങൾക്ക്. 14-ാം രാവിലെ അമ്പിളി എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രനാണല്ലോ. അപ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ളവർക്ക് ഒരു തിക്കും തിരക്കും ബുദ്ധിമുട്ടും ഇല്ലാതെ ഇരുന്നിടത്തിരുന്ന് റബ്ബിനെ അമ്പിളിയെ കാണാവുന്ന പോലെ അള്ളാഹുവിനെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണാമെന്നും അള്ളാഹുവിനെ കാണുന്ന സമയത്ത് സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗീയ സുഖങ്ങളെ മറന്നുകളയും അള്ളാഹുവിനെ കാണുന്നതിലുള്ള ആ സുഖത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, സ്വർഗത്തിലെ സുഖങ്ങൾ എങ്ങനെയാണ്? അതിപ്പോ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവൂലല്ലോ. സ്വർഗത്തിൽ എങ്ങനെയാണ് മനുഷ്യരായ നമുക്ക്, സ്വർഗത്തിന്റെ അകലുകാരായ ആളുകൾക്ക് അവിടെ സംവിധാനിച്ച സംവിധാനം, ആ ഒരു സംഗതിയും ഇവിടെ വെച്ച് നമുക്ക് അതുപോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇരിക്കുന്ന കട്ടില് പറക്കുന്ന കാറാകും, വിമാനാകും, വിചാരിക്കുന്ന സംഗതി വിചാരിച്ചതാകും. ഏത് സാധനം ഇപ്പൊ നമുക്ക് വേണോ, റുമ്മാൻ വേണമെന്ന് വിചാരിച്ചാൽ അത് അവിടെ നിന്ന് കിട്ടും. ഈത്തപ്പഴം വേണമെന്ന് വിചാരിച്ചാൽ അത് അവിടെ തന്നെ കിട്ടും. ഇങ്ങനെ പരിചയപ്പെടുത്തിയ ഒരു സ്വർഗത്തിലാണ് മുസ്ലിമീങ്ങൾ വിശ്വസിച്ചത്. അപ്പൊ അള്ളയല്ല, സ്വർഗം തന്നെ, സ്വർഗത്തിലെ സൗകര്യങ്ങൾ തന്നെ എങ്ങനെയാണെന്ന് ഈ ലോകത്ത് കുത്തിർന്നിട്ട് അതിന്റെ രൂപം നമ്മൾ പഠിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഇവിടെ വെച്ച് കഴിയില്ലാത്തതുപോലെ അള്ളാഹുവിന്റെ ആ യാഥാർത്ഥ്യം അതെങ്ങനെയാണെന്ന് ഉൾക്കൊള്ളാൻ നമുക്കിവിടെ വെച്ച് കഴിയില്ല. എന്നാൽ അള്ളാഹു അനുഗ്രഹിച്ച വലിയ വലിയ ദർജയിലെത്തിയ ആളുകൾക്ക് അത് തന്നെയും ഈ ലോകത്ത് വെച്ച് ആവുന്നതിന് തടസ്സമുണ്ടോ ഇല്ലേ? അതിൽ ഇസ്ലാമിക നിയമപ്രകാരം തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് ഇസ്ലാമിന്റെ പാഠം. അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല എന്നതല്ല ചർച്ച. അത് അല്ലാഹു തആല സ്വർഗത്തിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ആ ലിഖാ എന്ന പേരിൽ പറയപ്പെടുന്ന റബ്ബിനെ കാണൽ, അള്ളാഹ് ഒരാൾക്ക് പ്രത്യേകമായി സൗകര്യം ചെയ്തിട്ട് അത് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ നടപ്പാക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹു എന്നൊരു സത്ത ഉണ്ട് എന്ന് തന്നെയാണ്. ആ അള്ളാഹുവിനെ ലൈസ കമിസ്ലിഹി ശൈഉൻ, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നുപോലെയും അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അത് എങ്ങനെ എന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഇരുന്നു കൊണ്ട് ചോദിക്കുന്നത് തന്നെ അർത്ഥശൂന്യമാണ്. അതൊക്കെ ചോദിക്കലും അത് മനസ്സിലാക്കലും ഇവിടെ വെച്ച് സാധ്യമല്ല. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രപഞ്ചം മൊത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സംഗതി പോലെയും അല്ല എന്ന് പറഞ്ഞാൽ ഇനി പിന്നെ അത് എങ്ങനെയെന്ന് ഈ പ്രപഞ്ചത്തിൽ കുത്തിറങ്ങോട്ട് ചോദിക്കുന്നത് തന്നെ ശരിയല്ല. അതുകൊണ്ട് സ്വർഗത്തിലെ പഴങ്ങൾ എങ്ങനെ, സ്വർഗത്തിലെ പെണ്ണുങ്ങൾ എങ്ങനെ, സ്വർഗത്തിലെ നമുക്കുള്ള സൗകര്യങ്ങൾ എങ്ങനെ, ഇതുപോലും ഇവിടെ വെച്ച് പറയാൻ കഴിയില്ലെങ്കിൽ അതൊക്കെ കാണുന്നൊരു രംഗമാണ് സ്വർഗമെന്നും അവിടെ എത്തിയാൽ അള്ളാഹു എന്ന ആ സത്യത്തെ നേരിൽ കാണാമെന്നുമാണ് ഇസ്ലാമിന്റെ പാഠം. അങ്ങനൊരു സത്യം ഉണ്ട്. എന്നാൽ അത് എങ്ങനെയെന്ന് ഇനിയും ചോദിച്ചാൽ ഉത്തരം ഇത് തന്നെ ആയിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഇസ്ലാം പഠിപ്പിച്ച ആ വിശ്വാസത്തിൽ, ആ അതിർത്തിയിൽ നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഉസ്താദ് തന്നെ പിന്നെ മൈക്കിലെത്തിയിട്ടുണ്ട്. മറുപടി ആ സുഹൃത്തിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. പിന്നീട് ഉസ്താദ് കേട്ടിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ നിന്ന് അള്ളാഹുവിനെ നാളെ ദർശിക്കാൻ സാധിക്കും, പരലോകത്ത് വെച്ചുകൊണ്ട് ദർശിക്കാൻ സാധിക്കും, അതുകൊണ്ട് അവനുണ്ട് എന്ന്, അവനൊരു സത്തയുണ്ട് എന്ന് വരുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ ആ അനുമാനം, അദ്ദേഹത്തിന്റെ ആ രീതി മനസ്സിലാക്കി, അള്ളാഹുവിന് സത്തയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനുള്ള കാരണം അത്ര ശരിയായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ളായിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് നമ്മുടെ അറിവുമായിട്ട് തുലനം ചെയ്ത് നോക്കുന്നത് ശരിയല്ല. കാരണം അള്ളാഹു പ്രപഞ്ചത്തിന് അതീതനായതുകൊണ്ട് പ്രപഞ്ചത്തിലെ വസ്തുക്കളെ താരതമ്യം ചെയ്തുകൊണ്ട്, അതുപോലെയാണ് അള്ളാഹു താല ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾക്ക് അങ്ങനെ ഒരു ഖിയാസ് നമുക്ക് നടത്താൻ പറ്റുകയില്ല. നമ്മുടെ ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രങ്ങളെ കൊണ്ട് കണ്ട വസ്തുക്കളാണ്. പഞ്ചേന്ദ്രങ്ങൾ, അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും സ്ഥലകാല പരിമിതമാണ്.
സ്ഥലത്തിലും കാലത്തിലും പരിമിതമായതുകൊണ്ട് തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ രണ്ട് കാര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും. അള്ളാഹു എന്ന് പറയുന്നത് പ്രപഞ്ചാതീതനായതുകൊണ്ട്, അവൻ പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ കാര്യങ്ങളുമായി കൂട്ടിയിണക്കിയിട്ട് അതിനോട് തുലനം ചെയ്യാൻ നമുക്ക് പാടില്ല. നാം ഇവിടെ ലോകത്ത് വെച്ചുകൊണ്ട് ഒരു വസ്തുവിനെ കാണുന്നത് അത് ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. അതിന് സ്ഥലമുണ്ടാകും, അതിന് തടിയുണ്ടാകും. ഒരു വസ്തുവിനെ കാണണമെങ്കിൽ അതിനൊരു ഭാഗം വേണം, അതുപോലെ തന്നെ അതിന് തടി വേണം. അതാണ് നമ്മുടെ ഈ ലോകത്തുള്ള നമ്മുടെ അവസ്ഥ. ഈ ഒരു തുലനം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് കൊണ്ട് അവന് തടിയുണ്ട്, ആ തടിയുണ്ടെന്ന് മനസ്സിലാക്കുന്ന അള്ളാഹുവിനെ സൃഷ്ടികളോട് തുലനപ്പെടുത്തുന്നതിനോട് സമാനമാകുമോ എന്നൊരു സംശയം അദ്ദേഹത്തിന്റെ വാക്കൊന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ലിഖായ്, അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉലമാവ് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അള്ളാഹു നമ്മുടെ കണ്ണിൽ ഒരു കാഴ്ച ശക്തിയെ ഇട്ടുതരികയാണ്. അതായത് നമ്മൾ ഇന്ന് ഒരു ചുമരിലേക്ക് നോക്കുമ്പോൾ നാം ഒരു വസ്തുവിനെ കാണുകയും നമ്മുടെ കണ്ണിൽ നിന്നും ആ ചുമരിന്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് തട്ടുകയും അങ്ങനെ ആ വസ്തു കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. കാണുന്ന കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആകുന്നില്ല, കേൾക്കുന്നുണ്ടോ? ഉസ്താദ് DC ആണ്. ഇൻഷാ അല്ലാഹ് ചെയ്തിട്ട് എല്ലാ സുഹൃത്തുക്കളും ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യുക. ഉസ്താദ് തിരിച്ചു മൈക്കിലൊക്കെ വരും. ആരെങ്കിലും ഉസ്താദ് ഉണ്ടോ? ആരെങ്കിലും ഉസ്താദ് ഉണ്ടെങ്കിലും മൈക്കിൽ വന്നാലും, ആരെങ്കിലും ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ മൈക്കൂടെ ഉസ്താദ് മൈക്കിൽ വന്നാലോ. അസ്സലാമു ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ബാക്കവി ഉസ്താദ് DC ആയതാ തോന്നുന്നല്ലേ? അതെ, ആ സഹോദരൻ ചോദിച്ചത് അങ്ങനൊക്കെ ആണെങ്കിലും അള്ളാഹുവിനെ ആഖിറത്തിൽ വെച്ച് കാണും എന്നതുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന അദ്ദേഹത്തിന്റെ സംശയത്തില് ബാക്കവി ഉസ്താദ് പറഞ്ഞാൽ ശരിക്കും അതിലുള്ളത്, അതായത് അയാൾ എപ്പോഴും കാണുന്നുണ്ടല്ലോ, അപ്പൊ കാണുമ്പോ ഇവിടെ വെച്ച് നമ്മൾ ഈ ഇല്ല എന്ന് പറഞ്ഞതൊക്കെ അവിടെ വെച്ച് അങ്ങനെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സൈഡുകളില്ല, ഭാഗങ്ങളില്ല, സ്ഥലമില്ല, കാലമില്ല, ഇങ്ങനത്തെ ഒരു അള്ളാഹുവിനെ മഹ്ശറയിലെത്തിയാൽ നമ്മൾ കാണും, അങ്ങനൊരു യാഥാർത്ഥ്യം ഉണ്ട്, അതിനെ കാണും എന്ന് പറയുമ്പോ ആ കാണുന്ന നേരത്ത് ഇവിടുന്ന് നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടാകേണ്ടി വരില്ലേ എന്നാണ് ഈ ചോദിക്കുന്നത്. അതായത് അപ്പോ അതിനൊരു വലുപ്പം വേണ്ടി വരും, അതിനൊരു രൂപം വേണ്ടി വരും, അതിനൊരു സൈഡ് വേണ്ടി വരും എന്നൊക്കെ വരില്ലേ എന്നതിലേക്കാണ് അദ്ദേഹത്തിന്റെ ചിന്ത പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചിന്തയെ അവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ മനസ്സിലായതിന് ഞാൻ മറുപടി പറയുന്നത്, അല്ലാഹു തആല നമുക്ക് അവനെ പരിചയപ്പെടുത്തി തന്നത് എങ്ങനെയാണ്? അതാണിപ്പോ നമ്മൾ പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന മുഴുവൻ സാധനങ്ങളും ഒരു പ്രത്യേക വലുപ്പമുള്ളതും അത് നിൽക്കാനൊരു സ്ഥലമുള്ളതും അത് ഇതിനൊരു 4 സൈഡുകളും 6 ഭാഗങ്ങളും ഒക്കെ ഉള്ളതായ വസ്തുക്കളായിട്ടാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെയല്ല അല്ലാഹു തആല എന്ന് അല്ലാഹ് പറഞ്ഞാൽ ഈ ദുനിയാവിൽ കാണുന്ന വസ്തുക്കളെ ഈ രൂപത്തിൽ കാണാൻ നമുക്ക് കഴിവ് തന്നത് ഈ അല്ലാഹുവാണ്. ഉദാഹരണം, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ലാപ്ടോപ്പ്, ഈ ലാപ്ടോപ്പിന്റെ നീളവും വീതിയും വലുപ്പവും ഉള്ള ഒരു വസ്തുവിനെ ഇപ്പൊ ഞാൻ ആ വസ്തുവിന് 6 ഭാഗങ്ങളും അതിരിക്കാനൊരു ടേബിളും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നത് ഇത് അല്ലാഹു തആല ഇവിടെ എനിക്ക് ഉപയോഗിക്കാൻ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കഴിവുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ അതങ്ങനെ കാണുന്നത്. അതേസമയം ഭാഗങ്ങളില്ലാത്ത, ഇരിക്കാൻ സ്ഥലം വേണ്ടാത്ത അങ്ങനത്തെ ഒന്നിനെ കാണുന്ന ആ കഴിവ് ഈ ലോകത്ത് അല്ലാഹു തന്നിട്ടില്ല. അത് അവിടെ എത്തുമ്പോൾ തരും.
അപ്പോ അള്ളാഹു എങ്ങനെയുള്ളവനാണെന്നാണോ നമ്മൾ ഇവിടുന്ന് പഠിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും അതിനെ കാണുക. ആ കാഴ്ചക്ക് ഭാഗം വേണ്ടി വരില്ല, സ്ഥലം വേണ്ടി വരില്ല, വലുപ്പം വേണ്ടി വരില്ല, ഒന്നും വേണ്ടി വരില്ല. അങ്ങനെ കാണാനുള്ള അവസ്ഥ അവിടെ ഉണ്ടാകും. ആ അവസ്ഥയിൽ തന്നെയാണ് ആ കാണൽ നടക്കുക എന്നാണ് അതിന് പറയാനുള്ളത്. ചോദ്യം അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. ഞാൻ മേക്കർ റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇപ്പൊ ഇവിടെ ദാരിമി പറഞ്ഞത് അള്ളാഹുവിന്റെ കഴിവുകളെ പറ്റി പറഞ്ഞു. ലൈസക്ക് ബിസ്രി ഷെയ്ഖിൻ വോയിസമ്യുൽ ബസീർ, അതായത് അള്ളാഹുവിന്റെ ഇതുപോലത്തെ ആരുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ കഴിവുകൾ ഏതെങ്കിലും സൃഷ്ടികൾക്കുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെപ്പറ്റി എന്താണ് ദാരിമിയുടെ അഭിപ്രായം? അള്ളാഹുവിന്റെ കഴിവുകൾ സൃഷ്ടികൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. അങ്ങനെ ഇവിടെ ആരും പറയുന്നില്ല. മുശ്രിക്കീങ്ങൾ പറയുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പറയുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ കഴിവുകൾ എന്ന് പറയണ്ട, അള്ളാഹുവിന്റെ ഒരു കഴിവ് അത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണ്. ലോകത്തെ ഒരൊറ്റ മുസ്ലിമും അങ്ങനെ പറയുന്നില്ല. ലോകത്തെ മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുന്ന വിവരമില്ലാത്തവരുണ്ട്. പക്ഷെ ലോകത്തെ ഒരൊറ്റ മുസ്ലിമും അള്ളാഹുവിന്റെ ഒരു കഴിവെങ്കിലും, അള്ളാഹുവിന്റെ കഴിവൊക്കെ എന്നാ ചോദ്യത്തിൽ, അങ്ങനെ വേണ്ട, അള്ളാഹുവിന്റെ ഒരുപാട് കഴിവിൽ ഏതോ ഒന്ന് മാത്രം ഒരാൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ മുശ്രിക്കാണ്. അള്ളാഹുവിന് സമാനമായ ഒരാളെ സ്ഥാപിച്ച ആളാണ്. സുന്നികൾ മനസ്സിലാക്കിയതും ഞാനിതുവരെ ഇവിടെ വിവരിച്ചതും തൗഹീദ് അങ്ങനെയല്ല. ആ തൗഹീദ് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ ചോദ്യം വരികയില്ല. അസ്സലാമു അലൈക്കും. ഹലോ, ഞാൻ എന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. അതായത് ഇത് CM സ്മരണിക പേജ് 32 അടിച്ചിറക്കിയിരിക്കുന്നത് സമസ്ത കേരള സുന്നി യുവജന സംഘം സ്റ്റേറ്റ് കമ്മിറ്റിയാണ്. അതില് ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതായത് ഈ CMന്റെ മദ്ഹ് പറഞ്ഞ കൂട്ടത്തില് SYS അടിച്ചിറക്കിയ ഒരു ഇതിലുള്ളതാണ് വായിച്ചത്. എന്താ പറഞ്ഞത്? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇത് അടിച്ചിറക്കിയ ആൾക്കാരുടെയൊക്കെ എവിടെയാണ് ഇപ്പൊ അവരുടെയൊക്കെ സ്ഥാനം എന്നും കൂടി ഒന്ന് ദാരിമി വിവരിച്ചാൽ കൊള്ളാം. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ സിസ്റ്റത്തും ഒരു സൗണ്ട് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കേൾക്കണമെന്ന് ചോദിക്കുന്നത്. CM സ്മരണിക എന്ന പുസ്തകത്തില് അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുന്നത് പോലെ കേൾക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്നതിലുണ്ട് എന്നാണ്. ഏതിന്റെ വിവക്ഷ എന്നുകൂടി ഒന്ന് വിശദീകരിച്ചാലേ അതിന് മറുപടി അറിയാൻ പറ്റുള്ളൂ. കാരണം തൗഹീദ് പറഞ്ഞുകൊടുത്ത് തൗഹീദിന്റെ വിവക്ഷ എന്നാണോ ആ പറഞ്ഞത്? ഇതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ അത് ഒരു പുസ്തകം എഴുതിയ ആള് ആ പുസ്തകത്തിൽ എന്തൊക്കെ സമർത്ഥിച്ചു, അതിന്റെ മുൻപിൽ എന്താണ് ബാക്കിൽ എന്താണ് എന്നൊന്നും പറയാതെ ഇടയിൽ നിന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണമായി മറുപടി പറയാൻ സാധിക്കുകയില്ല. അള്ളാഹു കാണുന്നത് പോലെ കാണുകയും കേൾക്കുന്നത് പോലെ കേൾക്കുകയും ചെയ്യുമെന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞത്. ആ വാചകം ഉത്തരം പറയാൻ പൂർണ്ണമല്ല. ആ എഴുതിയ ആൾ ഇതിന്റെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതൊക്കെ എന്ന് പറഞ്ഞാലേ സാധ്യമാകൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹലോ, ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം പറയാണ്, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞാള് പറഞ്ഞത് CMന് ഇത്ര കഴിവുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദർജ എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ ഒരു ഉദ്ധരണി ഇവിടെ ഉദ്ധരിച്ചത്.
ഹലോ, കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ ശരിയായി. ആ പറഞ്ഞത് ശരിയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം അതൊരു ഹദീസിന്റെ വിശദീകരണമാണ്. ആ ഹദീസ് വിശദീകരിച്ചാൽ ഞാൻ നേരത്തെ വിശദീകരിച്ച തൗഹീദിന്റെ പരിധി എന്നത് പുറത്തല്ല. അതായത് പിന്നെ ആ ഹദീസ് എന്താണ്? ആ ഹദീസ് വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഹദീസിന്റെ തുടക്കത്തിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുണ്യമായത് ഫർളാണ്. പക്ഷേ വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ എന്നിലേക്ക് അടുത്തവനും സ്വാധീനമുള്ളവനും ആവുന്നത് ഞാൻ അവന് നൽകിയ ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ടാണ്, ഫർളുകൾ കൊണ്ടല്ല. സുന്നത്തുകൾ ചെയ്താലാണ് എന്റെ ഇഷ്ടദാസനാവുക. അത് ശരിയുമാണ്. സുന്നത്ത് കൊണ്ട് തന്നെയാണ്. ഐച്ഛിക കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് റബ്ബിനോട് ഇഷ്ടമുള്ളവനാന്ന് തെളിയുക. ഫർള് മാത്രം ചെയ്താൽ അത് കടമ നിർവഹിച്ചവനെ ആവുള്ളൂ. കടമ നിർവഹിക്കുന്നതിന് കടം വീടി എന്നേ പറയാവൂ. എന്നാൽ അടിമക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുള്ള അമലുകൾ അടിമ ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോ അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ സുന്നത്തുകൾ പെരുപ്പിച്ച ആൾ എന്റെ സ്വാധീനം നേടിയാൽ ഞാൻ അവന്റെ കയ്യാകും, ഞാൻ അവന്റെ കാലാകും, ഞാൻ അവന്റെ കണ്ണാകും, ഞാൻ അവന്റെ കാതാകും എന്ന് പറഞ്ഞതിനർത്ഥം അള്ളാഹു കാണും പോലെ കാണുമെന്നും അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നും ആണ് എന്ന് പറഞ്ഞതിനർത്ഥം അതിന് പിന്നെ ഭൗതിക ഉപകരണങ്ങളില്ലാതെ, ദൂര അകലത്തിന്റെ വ്യത്യാസമില്ലാതെ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുമെന്ന് അതിന് കഴിവ് കൊടുത്തത് കൊണ്ട് സാധിക്കുമെന്നാണല്ലോ ആ പറഞ്ഞത്. അപ്പൊ ഇയാളുടെ ഈ കഴിവ് അള്ളാഹുവിൽ നിന്ന് നേടിയതാണ്. അപ്പൊ റാത്തി അല്ല. തൗഹീദ് തുറക്കണമെങ്കിൽ ഈ കഴിവൊക്കെ റാത്തിയാവണം, അഥവാ അയാളുടെ സ്വന്തമാവണം. അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അള്ളാഹ് കാണും പോലെ കാണാവുന്ന പരുവത്തിലേക്ക് ഒരാളെ എത്തിച്ചാൽ അയാള് അള്ളാഹുവിന്റെ കീഴിലാണ്, അള്ളാഹുവിന്റെ ആശ്രിതനാണ്. ആശ്രിതനാവുന്നതും അള്ളാഹിനെ പോലെ ഒരാൾ സ്വന്തം ആവുന്നതും വേറെയല്ലേ? ഈ പറഞ്ഞതിനർത്ഥം ഒരാൾ അള്ളാഹിനെ പോലെ ആയിട്ടില്ല. അള്ളാഹിനെ പോലെ ആകണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിനുള്ളതെല്ലാം അവന് സ്വന്തമായുള്ളതാണ്, വേറൊരാൾ കൊടുത്തതല്ല. ഈ പറഞ്ഞ അതൊക്കെ അള്ളാഹു തആല ഒരാൾക്ക് കൊടുത്തപ്പോ അങ്ങനെ ആയതാണ്. അതുകൊണ്ട് തന്നെ മാനദണ്ഡം അവിടെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. അത് അള്ളാഹിനെ പോലെ ആവലല്ല, അള്ളാഹ് കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ആശ്രയത്തിലായി അങ്ങനെ ആവലാണ്. അത് അള്ളാഹ് മറ്റൊരാളെ ആശ്രയത്തിലല്ലാത്തത് കൊണ്ട് രണ്ടും രണ്ടാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹലോ. ഓക്കെ. എനിക്ക് അതിന്റെ ഇടയിൽ നേരത്തെ ഉസ്താദ് സംസാരിച്ച സമയത്ത് എനിക്ക് മൈക്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഒന്ന് റൂമിൽ നിന്ന് പുറത്തു പോയിട്ട് വീണ്ടും വരേണ്ടി വന്നു. പുറത്തു പോയ സമയത്ത് എനിക്ക് കയറാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞതിൽ എനിക്ക് എഴുതാപ്പുറം വായിക്കേണ്ടതില്ല ആരും. നേരത്തെ അതിനു മുമ്പ് സംസാരിച്ച ഉസ്താദും അദ്ദേഹത്തിന്റെ ധാരണ അതാണെന്നുള്ള രൂപത്തിൽ സംശയങ്ങളാകാം. പക്ഷെ ഊഹത്തിന് നമ്മളത്ര പ്രാധാന്യം കൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞല്ലോ. ഉസ്താദ് എന്റെ മറുപടിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് പഠിച്ചവനെ കാണാൻ പറ്റും നാളെ പരലോകത്ത് അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുമ്പോ എന്നുള്ളൊരു പോയിന്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ പിന്നെ ഇവിടുത്തെ പോലെ എന്നെ പോലെ നമ്മളെ പോലെ മനുഷ്യരെ പോലെ ഒരാള് എന്നുള്ള രൂപത്തിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. ഉസ്താദ് ആൻസറിൽ പറഞ്ഞ സംഗതി തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചത്. അതായത് കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ എന്നല്ല, ഉണ്ടല്ലോ എന്ന് തന്നെയാണ്, ഉണ്ട്, സ്ഥാനം ഉണ്ടല്ലോ. പക്ഷെ അത് കാണാൻ പറ്റുന്നോണ്ടുണ്ട് എന്നുള്ള രൂപത്തിലല്ല. അതിനെ വളച്ചൊടിക്കേണ്ട അല്ലെങ്കിൽ വേറെ രൂപത്തിൽ ഞാൻ ഉദ്ദേശിക്കാത്ത രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ പറഞ്ഞ ഇതിൽ ഞാൻ ഇടപെടുന്നില്ല. വേറെ ആൾക്ക് പറഞ്ഞ മറുപടി ആയിരിക്കാം. പക്ഷെ അതിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത, എന്നെ വ്യക്തിപരമായി യോജിക്കാൻ പറ്റാത്ത സംഗതികളുണ്ട്. ഏതായാലും ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിനോട് നന്ദി പറയുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഞാനങ്ങനെ ധാരണ ആ സുഹൃത്തിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞതല്ല, സാധ്യത എന്ന നിലക്ക് പറഞ്ഞതാണ്. ഒരുപക്ഷെ അങ്ങനെ ധരിച്ചായിരിക്കാം, ആവാതെയും ഇരിക്കാം എന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയിപ്പോ ചോദിച്ച സുഹൃത്തിന് തന്നെ ആവണമെന്നില്ലല്ലോ. ധാരണ ശ്രോതാക്കളായി ഇരിക്കുന്നവരുടെ കൂട്ടത്തിലും അങ്ങനെ വിചാരിച്ചവരുണ്ടാകുമല്ലോ എന്ന നില കൂടി പരിഗണിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സുഹൃത്ത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ക്ലാസ് റൂമിൽ വരുന്ന എല്ലാവരെയും വളരെ മാന്യമായി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും സംശയങ്ങൾ കേൾക്കുകയും നമ്മൾ അറിയുമെങ്കിൽ മറുപടി പറയുകയും ഇനി അറിയില്ലെങ്കിൽ അത് പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് പറയാമെന്ന് പറയുകയും ഒക്കെ ചെയ്യാൻ ഉള്ള താല്പര്യം ഉള്ളവരാണ്. നമ്മളാരും അറിവിൽ ഒന്നും എവിടെയും എത്താത്തവരാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ സംശയങ്ങൾ നമ്മൾക്ക്, എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ശ്രദ്ധ എത്താത്ത മേഖലയിലേക്ക് ചിലപ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരാളെ ചോദ്യമായിരിക്കാം ഒരു പുതിയ മേഖലയ്ക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ മേഖല അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ വരെ നമുക്ക് കാരണമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാവരെയും വളരെ മാന്യമായി തന്നെ സമീപിക്കണം എന്നാണ് ഈ ക്ലാസ് റൂമിന്റെ ഒക്കെ സ്ഥാപിത താല്പര്യം തന്നെ. പ്രിയപ്പെട്ട സുഹൃത്തും അങ്ങനെ തന്നെ അത് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കാത്ത ദിശയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെയും ആവാം. ഇനി നിങ്ങൾക്കല്ലെങ്കിൽ ശ്രോതാക്കളിലും അങ്ങനെ വിചാരിച്ചവർ നിങ്ങളെ ചോദ്യം കേൾക്കുമ്പോൾ ഉണ്ടാകാമല്ലോ എന്ന അർത്ഥത്തിൽ മാത്രം പറഞ്ഞതായി അതിനെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തി മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ജസാഖല്ലാഹ് ഖൈർ. ഞാനും ഉസ്താദിന്റെ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ഥിരമായിട്ട് ഈ റൂമിൽ വരുന്ന ആളല്ല. പക്ഷെ ഉസ്താദിന്റെ ക്ലാസ് ഈ വിഷയത്തിൽ അന്ന് ഞാൻ പറഞ്ഞ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ അന്ന് ഇഖ്ലാസിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു അന്നത്തെ ക്ലാസ്. ഉസ്താദ് ഓർക്കുന്നുണ്ടാവും. അപ്പൊ അതിനുശേഷം പിന്നെ കുറെ ദിവസം ഞാൻ ക്ലാസ് കയറിയിരുന്നില്ല. ബൈലക്സ് തന്നെ ചിലപ്പോൾ ഉണ്ടാവാറില്ല, എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ. സ്ഥിരമായിട്ട് വരാൻ പറ്റാറില്ല, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോ അന്നത്തെ ക്ലാസ് വളരെ എനിക്ക് ആശയപരമായിട്ട് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ആ സമീപന രീതിയോട് എനിക്ക് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. മീൻസ് ഉസ്താദ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വളരെ മാന്യമായി നസീഹത്തോടു കൂടിയാണ് എന്നുള്ളത് നമുക്ക് കേൾക്കുന്ന മാത്രത്തിന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് വന്ന സമയത്ത് ഞാൻ ചോദിക്കാൻ നിന്നതും. ഇത് റൂമില് എല്ലാരും ഇങ്ങനെ തന്നെയാണ് എന്നൊന്നും പറയരുത്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഉസ്താദ് പറഞ്ഞപ്പോ എല്ലാരും കൂടിയിട്ടാണ് ഉസ്താദ് ഉദ്ദേശിച്ചത്. അദ്ദേഹം തന്നെ എനിക്ക് അഭിപ്രായം തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾക്ക് ആർഷായിട്ട് പറയാം അങ്ങനെ പറയുന്നവരോടൊക്കെ, പക്ഷെ അടച്ച് പറയുന്ന രീതി ഇപ്പൊ പറഞ്ഞ രൂപത്തിൽ നിശ്ചയത്തോട് കാര്യങ്ങൾ പഠിക്കാൻ ആരും വലുതും ചെറുതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ ചോദ്യങ്ങളൊന്നുമില്ല. അഭിപ്രായം ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാൻ മാത്രം മൈക്കെടുത്താണ്. അസ്സലാമു അലൈക്കും.